ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പയെടുത്തു. ആദ്യ ഗഡുവായി രഘു 1000 രൂപ തിരിച്ചടച്ചു. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ 30ാമത്തെ ഗഡുവായി രഘു തിരിച്ചടയ്ക്കുന്ന തുക എത്രയാണ്? സൊല്യൂഷൻ: രഘു ഒരു ബാങ്കിൽ നിന്ന് വായ്പയെടുത്തു. ആദ്യ ഗഡുവായി രഘു 1000 രൂപ തിരിച്ചടച്ചു. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ 30ാമത്തെ ഗഡുവായി രഘു തിരിച്ചടയ്ക്കുന്ന തുക എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ മാസം 1000 രൂപ അടച്ചാൽ അടുത്ത മാസം 1150 രൂപ തിരിച്ചടയ്ക്കണം. അതിൻ്റെ അടുത്ത മാസം 1300 രൂപ, അതിൻ്റെ അടുത്ത മാസം 1450 രൂപ. ഇങ്ങനെ 30ാമത്തെ ഗഡുവായി രഘു തിരിച്ചടയ്ക്കുന്ന തുക എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ആദ്യത്തെ മാസം 1000 അടച്ചു, പിന്നെ 150 രൂപ വെച്ച് വർദ്ധിച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു സമാന്തര ശ്രേണിയാണ്. ഒരു സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സംഖ്യാശ്രേണിയിലെ അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിരിക്കും. അതിനെയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയിലെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുല യൂസ് ചെയ്ത് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. സമാന്തര ശ്രേണിയിലെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n-ാം പദം an ഈസ് ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു ഡി. an n-ാം പദം, a ആദ്യ പദം, n പദങ്ങളുടെ എണ്ണം, ഡി പൊതുവ്യത്യാസം. അപ്പോൾ ഇവിടെ an ആണ് കണ്ടുപിടിക്കേണ്ടത്. a ആദ്യ പദം 1000, n പദങ്ങളുടെ എണ്ണം 30, പൊതുവ്യത്യാസം ഡി 150. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a 30 ഈസ് ഈക്വൽ ടു a ആദ്യ പദം 1000 പ്ലസ് n-1, 30 മൈനസ് 1 29 ഇൻറ്റു പൊതുവ്യത്യാസം ഡി 150 ഈസ് ഈക്വൽ ടു 1000 പ്ലസ് 4350, 5350 രൂപയാണ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബകോണായിരിക്കും? സൊല്യൂഷൻ: ലംബകോൺ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. ഒരു ലൈനിലൊരു ലംബം വരച്ചാൽ ഈ ആംഗിള് 90 ഡിഗ്രിയാണ്. അപ്പോൾ ലംബകോൺ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. ഒരു ക്ലോക്കിലെ സൂചികൾ ഒരു ദിവസം 44 തവണയായിരിക്കും ലംബകോണിലായിരിക്കുന്നത്. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഒരു ദിവസം ഒരു ക്ലോക്കിലെ സൂചികൾ 44 തവണയാണ് പരസ്പരം ലംബകോണിലായിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി 44. അതായത് 12 മണിക്കൂറിൽ 22 തവണ ലംബകോണിലായിരിക്കും. അങ്ങനെ 24 മണിക്കൂറിൽ 44 തവണ ലംബകോണിലായിരിക്കും. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പന്ത്രണ്ട് മണി സമയം ഒന്ന് നോക്കാം. ഈ 12 മണിക്ക് 12:15 ലംബകോൺ വരുന്നുണ്ട്, 12:45 ലംബകോൺ വരുന്നുണ്ട്. അതായത് ഒരു മണിക്കൂറിനിടയിൽ 2 പ്രാവശ്യം ലംബകോൺ വരുന്നുണ്ട്. അപ്പം ഒരു 24 അവർ ക്ലോക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ 24 അവർ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12.
12 മണിക്കൂർ, പിന്നെ 13 തൊട്ട് 24 വരെ, അങ്ങനെ 12 12 24 മണിക്കൂർ ക്ലോക്ക്. അപ്പോൾ 1 മണിക്കൂർ പൂർത്തിയാവുമ്പോഴാണ് 2 ലംബകോൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. 1 തൊട്ട് 2 വരെ, 2 തൊട്ട് 3 വരെ, 3 തൊട്ട് 4 വരെ, 4 തൊട്ട് 5 വരെ, 5 തൊട്ട് 6 വരെ, 6 തൊട്ട് 7 വരെ, 7 തൊട്ട് 8 വരെ, 8 തൊട്ട് 9 വരെ, 9 തൊട്ട് 10 വരെ, 10 തൊട്ട് 11 വരെ, 11 തൊട്ട് 12 വരെ. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 പ്രാവശ്യമാണ് വരുന്നത്. 11 മണിക്കൂറാണ് വരുന്നത് ഈ 1 to 12 എന്ന് പറയുമ്പോൾ. 11 മണിക്കൂറാകുമ്പോൾ 11 × 2 22, അതായത് 12 മണിക്കൂറിൽ 22 തവണ ലംബകോണിലായിരിക്കും. അപ്പോൾ 24 മണിക്കൂറിലാകുമ്പോഴോ 22 × 2 44 തവണ ലംബകോണിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ 44 നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്ത് മാത്രം വെച്ചാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം, WFB TGD QHG ഡാഷ് സൊല്യൂഷൻ. WFB TGD QHG ഡാഷ്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. മൈൻഡിലും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം, ഇങ്ങനെ പൊസിഷൻ വെച്ചും കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിവിടെ പൊസിഷൻ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ അറിയാനായിട്ടൊരു കോഡുണ്ട്. ഇജോറ്റി 5 10 15 20 25. E 5, J 10, O 15, T 20, Y 25. അപ്പോൾ ഇവിടെ ഡബ്ല്യുവിൻ്റെ പൊസിഷൻ 23, F 6, B 2, T 20, G 7, D 4, Q 17, H 8, G 7. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പൊസിഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ 23 20 17. അപ്പോൾ 23 നിന്ന് 3 കുറച്ചു 20 കിട്ടി, 20 നിന്ന് 3 കുറച്ചു 17 കിട്ടി. അപ്പോൾ ഇനി 17 നിന്ന് 3 കുറയ്ക്കുന്നതായിരിക്കും ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. 17 നിന്ന് 3 പോയാൽ 14. 14ാമത് പൊസിഷനിലുള്ളത് N ആണ്. അടുത്തത് ഇനി സെക്കൻഡ് പൊസിഷൻ എങ്ങനെയെന്ന് നോക്കാം. സെക്കൻഡ് പൊസിഷനിൽ 6 7 8. അപ്പോൾ ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ 1 വീതം കൂട്ടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി 6 7 8 കഴിഞ്ഞാൽ ഇനി 9ാമത്തെ പൊസിഷൻ. 9ാമതുള്ളത് I ആണ്. ഇനി തേർഡ് പൊസിഷൻ നോക്കാം. തേർഡ് പൊസിഷനിൽ 2 4 7 വന്നിട്ടുള്ളത്. അപ്പം 2 2 4 4 3 7. അപ്പോൾ ഇവിടെ ആദ്യം 2 കൂട്ടി പിന്നെ 3 കൂട്ടി. അപ്പോൾ ഇനിയോ 4 കൂട്ടണം. അപ്പോൾ 7 4 11ാം പൊസിഷനിൽ വരുന്നത് K ആണ്. അപ്പോൾ ഇത് NIK ആണ്. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 5 16 51 158 ഡാഷ് സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കുക, എന്നിട്ട് ഇവിടെ എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 5 16 51 158. അപ്പോൾ ഇവിടെ 5 16 51 ഈ 3 സംഖ്യകൾ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. 5 × 3 15, 15 1 16, 16 × 3 48, 48 3 51. അപ്പോൾ ഇവിടെ ആദ്യം 5നെ 3 കൊണ്ട് ഗുണിച്ചു 1 കൂട്ടി, അപ്പോൾ 16 കിട്ടി. എന്നിട്ട് ഈ 16നെ 3 കൊണ്ട് ഗുണിച്ചു 3 കൂട്ടി, അപ്പോൾ 51 കിട്ടി. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഗുണിച്ചിട്ട് ഒറ്റസംഖ്യകൾ ആഡ് ചെയ്ത് വരിക ചെയ്തിരിക്കുന്നത്. ഇനി 158 അങ്ങനെയാണോ വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇനി ഇവിടെ ഈ 51നെ 3 കൊണ്ട് ഗുണിക്കണം. 51 × 3 ആകുമ്പോൾ 153 വരും. 153 5ഉം കൂട്ടണം, അതായത് 1 കൂട്ടി 3 കൂട്ടി, ഇനി അടുത്ത ഒറ്റസംഖ്യ 5 ആണ്. അപ്പം 153 5ഉം 158. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്.
3 കൊണ്ട് ഗുണിച്ചിട്ട് ഒറ്റസംഖ്യകൾ കൂട്ടി വരിക. അപ്പോൾ ഇവിടെ ഇനിയിപ്പം 158നെ 3 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 5 കഴിഞ്ഞ് ഇനി അടുത്ത ഒറ്റസംഖ്യ 7 കൂട്ടണം. അപ്പോൾ 158 × 3 ആകുമ്പം 8 3 24, ശിഷ്ടം 2, 15 3 45 2 47, 474 വരും. 474 7 481. 481 ആണ് ആൻസർ, ഓപ്ഷൻ ബി. ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. സൊല്യൂഷൻ. ഇവിടെ 4 വേർഡ്സ് തന്നിട്ടുണ്ട്, പക്ഷേ അത് മീനിങ്ലെസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിലെ ലെറ്റേഴ്സ് റീഅറേഞ്ച് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡാക്കി മാറ്റിയിട്ട് വേണം ഒറ്റയാനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവലിനും ബാങ്ക് എക്സാമിനും ഒക്കെ ചോദിക്കുന്ന ടൈപ്പ് ഒരു ചോദ്യമാണിത്. അപ്പം അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് കാണുമ്പം ഇങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തവർക്ക് ഇതെന്താണെന്ന് ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വേർഡ്സിനെ എല്ലാം ആദ്യം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡാക്കി മാറ്റാം. ഓപ്ഷൻ എയിൽ SORE. SOREനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അത് റോസ് എന്നാവും. റോസാപ്പൂവ്, റോസ്. അടുത്ത ഓപ്ഷൻ ബിയിൽ SOTLU. SOTLU എന്ന് പറയുമ്പോൾ അത് ലോട്ടസ് എന്ന് വരും. താമരപ്പൂവ്, താമര. അടുത്തത് ഓപ്ഷൻ സിയിൽ MEJNIAS. ഇത് ജാസ്മിൻ എന്നാണ് വരുന്നത്. മുല്ലപ്പൂ, ജാസ്മിൻ. അടുത്തത് ഓപ്ഷൻ ഡിയിലാണെങ്കിൽ NORGAE. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡാക്കി മാറ്റുമ്പോൾ ഓറഞ്ച് എന്ന് വരും. ഓറഞ്ച്. അപ്പോൾ ഇവിടെ റോസ്, ലോട്ടസ്, ജാസ്മിൻ ഇത് 3 പൂക്കളാണ്. ഓറഞ്ച് ഒരു ഫ്രൂട്ടാണ്, അതായത് ഒരു പഴവർഗ്ഗം. അപ്പോൾ ഇവിടെ ഒറ്റയാൻ ഓറഞ്ചാണ്, അതായത് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 16/4/2020 തുടങ്ങി 9 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി. സൊല്യൂഷൻ. 16/4/2020 തുടങ്ങി 9 മാസം 9 മന്ത്സും 5 ഡേയ്സും 5 ദിവസവും പൂർത്തിയാകുന്ന ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഒരു മാസം കംപ്ലീറ്റ് ആകുന്നത് ആ ദിവസത്തിന് തൊട്ട് തലേ ദിവസം വെച്ചിട്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഏപ്രിൽ 1-ാം തീയതി. ഏപ്രിൽ 30 ദിവസമാണ് ഉള്ളത്. ഏപ്രിൽ 1 തുടങ്ങി ഏപ്രിൽ 30 ആകുമ്പം ഒരു മാസം കംപ്ലീറ്റ് ആവും. പിന്നെ മെയ് 1-ാം തീയതി തൊട്ട് അടുത്ത മാസമാണ്. അപ്പോൾ ഈ 1-ാം തീയതി തുടങ്ങി 1-ാം തീയതി അല്ല ഒരു മാസം പൂർത്തിയാകുന്നത്, അതിൻ്റെ തലേ ദിവസം വെച്ചിട്ടാണ് ഒരു മാസം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ 4-ാം മാസമാണ് തന്നിട്ടുള്ളത്. 4-ാം മാസത്തിൻ്റെ കൂടെ 9 മാസവും 5 ദിവസവും കൂടെ കൂട്ടണം. അപ്പം ഏപ്രിലാകുമ്പം 8 മാസം കൂട്ടി കഴിയുമ്പോൾ ഡിസംബർ വരും. അപ്പോൾ 9-ാം മാസം എന്ന് പറയുമ്പം 2021 ജാനുവരി വരും ഇവിടെ. അപ്പോൾ ഇവിടെ 2021 ജാനുവരി വരും. ദിവസം ഇവിടെ 16/4/2020 തുടങ്ങുന്നത്. അപ്പം തലേ ദിവസമാണ് ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 9 മാസം കംപ്ലീറ്റ് ചെയ്യുന്നത് 15/1/2021 15/1/2021 ആകുമ്പോൾ 9 മാസം പൂർത്തിയായി. 9 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 15/5/20 വരും. 20/1/2021 അതാണ് തീയതി. ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം. ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്റർ 75 സെൻറ്റിമീറ്ററും 8 മീറ്റർ 25 സെൻറ്റിമീറ്ററുമാണ്. തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിൻ്റെ സാധ്യമായ ഏറ്റവും വലിയ വലിപ്പം കണ്ടെത്തുക. സൊല്യൂഷൻ. ഇവിടെ ഒരു മുറിയുടെ നീളവും വീതിയും തന്നിട്ടുണ്ട്. ആ മുറിയിൽ തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിൻ്റെ സാധ്യമായ ഏറ്റവും വലിയ വലിപ്പമാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പം ചതുരാകൃതിയിലുള്ള ഷേപ്പുകളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം കിട്ടുന്നത് സമചതുരത്തിനാണ്. അപ്പോൾ ഇവിടെ ഈ ടൈലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സമചതുരാകൃതിയായിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ വലിപ്പമുള്ള ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാനായിട്ട് ഈ മുറിയുടെ നീളത്തിൻ്റെയും വീതിയുടെയും HCF കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ മുറിയുടെ ലെങ്ത് 10 മീറ്റർ 75 സെൻറ്റിമീറ്റർ, മുറിയുടെ ബ്രെഡ്ത്ത് വീതി 8 മീറ്റർ 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഇതിന് മീറ്ററിലും സെൻറ്റിമീറ്ററിലും ആയതുകൊണ്ട് ഒന്നുകിൽ മീറ്ററിലോട്ട് മാറ്റണം അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. അപ്പം ആൻസർ തന്നിട്ടുള്ളത് ഓപ്ഷൻസിൽ സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഇതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയാൽ മതി. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 10 മീറ്റർ 75 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം 10 മീറ്റർ ആകുമ്പം സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ 10 × 100 1000 സെൻറ്റിമീറ്റർ വരും. അപ്പം 10 മീറ്റർ 75 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് 1075 സെൻറ്റിമീറ്റർ. അതുപോലെ വീതി 8 മീറ്റർ 25 സെൻറ്റിമീറ്റർ. 8 മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പം 8 × 100 800 സെൻറ്റിമീറ്റർ വരും. അപ്പം 8 മീറ്റർ 25 സെൻറ്റിമീറ്റർ ആകുമ്പം 825 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇനിയിപ്പം ഏറ്റവും വലിയ വലിപ്പമുള്ള ടൈലിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ നീളത്തിൻ്റെയും വീതിയുടെയും HCF ആണ്. അപ്പോൾ ഇവിടെ HCF ഓഫ് 1075 825 ഈസ് ഈക്വൽ ടു 1075 825. 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പം 5 2 10 5 15 75 215. 825 ആകുമ്പം 5 1 5 32 5 6 30 25 ആകുമ്പോൾ 5 5 25 165 വരും. പിന്നെ ഇവിടെ വീണ്ടും 5 കൊണ്ട് ചെയ്യാം. 5 4 20 5 3 15 43 വരും. 5 3 15 5 3 15 33 വരും. ഓക്കെ. അപ്പോൾ ഇവിടെ HCF 5 × 5 25 സെൻറ്റിമീറ്റർ. അപ്പം ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 25 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ടൈലാവുമ്പം അതിൻ്റെ വലിപ്പം അതായത് 25 സെൻറ്റിമീറ്റർ × 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 9808 × 625 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ 9808 × 625. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ ട്രിക്ക് അറിയാമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ 9808 × 625 25 × 25 എന്ന് എഴുതാം. ഒരു സംഖ്യേനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ട്രിക്കാണ് സംഖ്യയുടെ കൂടെ 2 പൂജ്യം ഇടുക, 4 കൊണ്ട് ഹരിക്കുക. അതായത് 100/4 ഈസ് ഈക്വൽ ടു 25 ആണല്ലോ. അപ്പോൾ സംഖ്യേനെ 100 കൊണ്ട് ഗുണിച്ചിട്ട് 4 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഇവിടെ 9808നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനായിട്ട് 9808ൻ്റെ കൂടെ 2 പൂജ്യം ഇട്ടു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് 4 2 8 4 4 16 4 5 20 4 2 8 ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ വീണ്ടും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് 25 അതെന്ന് പറയുന്നത് ഈ സംഖ്യയുടെ കൂടെ 2 പൂജ്യം ഇട്ടു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് 4 6 24 4 13 52. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടി. ഇത് ഈസ് ഈക്വൽ ടു 613 × 10⁴. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ 10⁵ ഫോമിലാണ്, 10⁵ രീതിയിലാണ്. അപ്പോൾ ഇതിനെ 10⁵ ആക്കണം. അപ്പോൾ ഇവിടെ
613 ഇൻറ്റു 10⁴. 10⁵ ആക്കാനായിട്ട് ഒരു 10 കൊണ്ടങ്ങ് ഗുണിച്ചാൽ മതി. അപ്പം ഒരു സംഖ്യയുടെ ന്യൂമറേറ്ററിൽ 10 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിലും 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലും 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു 613 ഇൻറ്റു ഇവിടെ ഇതെന്ന് പറയുന്നത് 10⁵ എന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ 613/10 എന്ന് പറയുമ്പം 61.3 ഇൻറ്റു 10⁵. ആൻസർ ഓപ്ഷൻ സി. മൾട്ടിപ്ലിക്കേഷൻ്റെ ട്രിക്കെല്ലാം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം AB എന്നീ പൈപ്പുകൾ യഥാക്രമം 12 മണിക്കൂറും 15 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും? സൊല്യൂഷൻ: A എന്ന ടാങ്ക് X മണിക്കൂർ കൊണ്ടും B എന്ന ടാങ്ക് Y മണിക്കൂർ കൊണ്ടും ഒരു ടാങ്ക് നിറയ്ക്കുകയാണെങ്കിൽ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയുന്നത് XY/X+Y മണിക്കൂറുകൾ കൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ X 12 മണിക്കൂർ എന്നെടുക്കാം, Y 15 മണിക്കൂർ എന്നെടുക്കാം. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 12 + 15 27. അപ്പോൾ ഇത് 3 4 12 3 9 27 3 3 9 3 5 15. അപ്പോൾ ഇത് 20/3 മണിക്കൂർ ഈസ് ഈക്വൽ ടു 6/3 മണിക്കൂർ. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനിൽ മണിക്കൂറും മിനിറ്റും ആയിട്ടാണ് ഉത്തരം. അപ്പം ഇതിനെ മണിക്കൂറും മിനിറ്റും ആക്കണം. അതായത് ഇതെന്ന് വെച്ചാൽ 6 മണിക്കൂർ 3/2 മണിക്കൂർ എന്നാണ് വരുന്നത്. അപ്പം 3/2 മണിക്കൂർ 3/2 മണിക്കൂറിനെ മിനിറ്റ് ആക്കണം. മണിക്കൂറിനെ മിനിറ്റ് ആക്കാനായിട്ട് 60 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 3/2 ഇൻറ്റു 60, 3/2 ഇൻറ്റു 60 ആകുമ്പം 3 20 60, 20 ഇൻറ്റു 2 40 മിനിറ്റ് വരും. അപ്പോൾ ഈ 3/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 40 മിനിറ്റാണ്. അപ്പോൾ ഇത് 6 മണിക്കൂർ 40 മിനിറ്റാണ്. ആൻസർ ഓപ്ഷൻ എ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: X/Y all⁻² ഇൻറ്റു Y⁻24 ഇൻറ്റു Z³ all⁻4 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ: ഇവിടെ ഈ ഡോട്ട് എന്ന് വെച്ചാൽ ഇൻറ്റു ആണേ. ഓക്കെ, അപ്പോൾ ഇവിടെ X/Y all⁻12 ഇൻറ്റു Y⁻24 ഇൻറ്റു Z³ all⁻4 ഈസ് ഈക്വൽ ടു X/Y all⁻12നെ X⁻12 ഡിവൈഡഡ് ബൈ Y⁻12 എന്ന് എഴുതാം, ഇൻറ്റു Y⁻24 ഇൻറ്റു Z³ all⁻4, അത് Z⁻12, അതായത് A⁻m all⁻n ഈസ് ഈക്വൽ ടു A⁻mn ആണ്. അപ്പോൾ ഇവിടെ Z⁻12 എന്ന് വന്നു. ഇനി Y⁻24 ഡിവൈഡ് ബൈ Y⁻12, അത് A⁻m ഡിവൈഡഡ് ബൈ A⁻n ഫോമിലാണ്. A⁻m/A⁻n ഈസ് ഈക്വൽ ടു A⁻m-n. അപ്പോൾ ഇവിടെ ഇതിനെ X⁻12 ഇൻറ്റു Y⁻24/Y⁻12 എന്ന് പറയുമ്പോൾ Y⁻24 - 12 Y⁻12 എന്ന് വരും, ഇൻറ്റു Z⁻12. അപ്പോൾ ഇത് X⁻12 ഇൻറ്റു Y⁻12 ഇൻറ്റു Z⁻12. അപ്പോൾ ഇതിനെ X ഇൻറ്റു
y ഇൻറ്റു ഇസഡ് ഓൾ റേസ് ടു 12. അതായത് XYZ ഓൾ റേസ് ടു 12. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്